ഇത്തവണത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് IF-നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും വ്യത്യസ്തമാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂരിലും അതോടൊപ്പം തന്നെ ഈ ബലക്കോട്ട് സ്ട്രൈക്കിലൊക്കെ നമ്മൾ ഉപയോഗിച്ച വെപ്പൺസിനെ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു, ആകാശ പ്രകടനമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ആളുകൾ ചോദിക്കുന്ന റഫേൽ ഉണ്ടായിരുന്നു, സുഖോയ് ഉണ്ടായിരുന്നു, തുടങ്ങിയ കുറേയധികം നിരവധിയായിട്ടുള്ള യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് അവിടെ തേജസ്സിനെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. തേജസ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന യുദ്ധവിമാനമാണ്. എന്തുകൊണ്ട് തേജസ് 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിലെ ഈ ആകാശ എയർഫോഴ്സിൻ്റെ ഈ ആകാശ പ്രകടനത്തിൽ ഉണ്ടായില്ല? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അത് ശരിയാണ്. 77ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ എല്ലാ ഇന്ത്യയുടെ ആധുനിക വിമാനങ്ങൾ റഫാൽ, Su-30 MKI അല്ലെങ്കിൽ അത് പിന്നെ ഹെലികോപ്റ്ററുകളായിട്ടുള്ള നമ്മുടെ സ്വന്തം ഹെലികോപ്റ്റർ പ്രചണ്ഡ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, അല്ലെങ്കിൽ അതല്ല ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ അത് പേര് മാറ്റിയിട്ടാണ് പ്രചണ്ഡ് എന്നാക്കിയത്. അതുപോലെ തന്നെ ഈ MiG-29, അത് പൊസൈഡൺ എന്ന് പറയുന്ന ഈ ആന്റി സബ്മറൈൻ നിരീക്ഷണ വിമാനം, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ തേജസ് ഇല്ലായിരുന്നു. അത് സത്യമാണ്. അതിന് വലിയ ഒരു വിമർശനങ്ങൾ ചിലരൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് യുക്രൈൻ്റെ ഒരു പ്രമുഖമായ ഡിഫൻസ് വാരിക ഇന്ത്യക്ക് തേജസ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുവരെയുള്ള ആക്രമണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് നമ്മുടെ പ്രതിരോധ സെക്രട്ടറി NK സിംഗ് മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, RK സിംഗ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇന്ന വിമാനങ്ങൾ എല്ലാ വർഷവും വേണമെന്നൊന്നും ഒരു ചട്ടമില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കവും ഇല്ല. അത് കാരണമാണ് തേജസ് എടുക്കാത്തത്, തേജസ് ഇല്ലായിരുന്നത്. പ്രത്യേകിച്ച് അതിന്റെ കാരണമൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാം. അതായത് തേജസ്സിലുള്ള വിശ്വാസമൊന്നും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ റിപ്പബ്ലിക് ദിന പരേഡുകളിൽ ഉൾപ്പെടെയുള്ള വ്യോമ അഭ്യാസ പ്രകടനങ്ങളും നടത്തിയിരുന്നത് തേജസ്, ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്ന തേജസ് MK-1A എന്ന വിമാനമല്ല. തേജസ് MK-1 എന്നുള്ള ആദ്യം ഇന്ത്യ നിർമ്മിച്ച തേജസിന്റെ ഏറ്റവും ആദ്യത്തെ വെർഷനായിട്ടുള്ള ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് കിട്ടിയ FOC എന്ന് പറയും, FOC സർട്ടിഫിക്കറ്റ് കിട്ടിയ വിമാനം, ആ വിമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അഭ്യാസ പ്രകടനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെയും ഇപ്പോഴത്തെ തേജസ്സിനെയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തണ്ട. എന്തെന്നാൽ ആ വിമാനത്തിൽ നിന്നും വളരെയധികം മെച്ചപ്പെട്ടതും വ്യത്യസ്തവുമാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന തേജസ് MK-1A. ഈ പഴയ വിമാനത്തിന് ചില പരിമിതികൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെ അത് തൽക്കാലം ഇനി ആ വിമാനം വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ടാവാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ FOC ക്ലിയറൻസ് കിട്ടിയ വിമാനങ്ങളാണ് 2024 ജയ്സൽമീറിൽ തകർന്നു വീണതും അതുപോലെ 2025 ദുബൈയില് തകർന്നു വീണതും. പക്ഷെ ഇത് രണ്ടും പരിശോധിക്കുമ്പോൾ നമുക്ക് ആരും ചൂണ്ടിക്കാണിക്കപ്പെടാത്ത ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ രണ്ട് വിമാനങ്ങൾക്കും അതിൻ്റെ ഈ ജാമിങ് ഫെസിലിറ്റീസ്, അതുപോലെ ആൻറ്റി ഇലക്ട്രോണിക് വാർഫെയർ നടത്താനുള്ള സംവിധാനങ്ങൾ, അതുപോലെ അതായത് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളൊന്നും തന്നെ ഈ FOC ക്ലിയറൻസിനുള്ളതിലില്ല. അതുപോലെ തന്നെ അതിന് ഈ പോഡ് ബേസ്ഡ് ജാമിങ് എന്ന് പറയുന്നതില്ല. അങ്ങനെ ഏവിയോണിക്സും പഴയതാണ്, റഡാറുകൾ പഴയതാണ്. ഈ ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ്, അതായത് തേജസ് MK-1A നമ്മൾ ഉപയോഗിക്കുന്ന EISA റഡാർ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറ് അതിലില്ല. അങ്ങനെ വരുമ്പോൾ ന്യായമായിട്ട് ഇത് ഞാൻ എൻ്റെ ഒരു വിശകലനത്തിൽ ഞാനൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്. അതായത് ഈ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ജാമിങ് ആക്രമണം നടന്നാൽ, ഒരു സ്പൂഫിങ് ആക്രമണം നടന്നാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരല്പം പിന്നോക്കമാണ് ഈ FOC ക്ലിയറൻസ് കിട്ടിയ ആദ്യത്തെ വിമാനങ്ങൾ. അത് വെറും ഒരു യുദ്ധത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന വിമാനമല്ലായിരുന്നു. അത് നമ്മൾ ആദ്യമായിട്ടൊരു വിമാനം പണിഞ്ഞിറക്കുമ്പോൾ അത് എല്ലാ പാരാമീറ്റേഴ്സും അതിൻ്റെ ശരിയായിട്ട്
ആ വിമാനം പറത്താൻ പറ്റുമോ, അത് വ്യോമാഭ്യാസ പ്രകടനം നടത്താൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള പാരാമീറ്റേഴ്സ് വെച്ച് മാത്രമാണ്. പക്ഷെ അത്തരം വിമാനങ്ങൾക്ക് നേരെ ഈ പറയുന്ന ജാമിങ് സ്പൂഫിങ് ആക്രമണങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കൾ നടത്തിയാൽ ആ വിമാനങ്ങൾക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരിക്കാം. ഇതായിരിക്കാം ഇന്ത്യ ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഇത്തരം വിമാനങ്ങളെ ഉപയോഗിക്കാതിരുന്നത്. അതായത് 16 വിമാനങ്ങൾ അടങ്ങുന്ന ഒരു സ്ക്വാഡ്രൺ ആണ് ഇപ്പോൾ ഇത്തരം വ്യോമാഭ്യാസ പ്രകടനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. അതിലെ 2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രതിസന്ധി, ഈ 2 വിമാനം, അതായത് FOC ക്ലിയറൻസ് മാതൃകയുള്ള 2 വിമാനം പണിഞ്ഞിറക്കണോ? അതൊരു നഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി പിന്നെ ഈ സ്ഥാനത്തേക്ക് വരേണ്ടത് LCA തേജസ് 1A ആണ്. അങ്ങനെയാണെങ്കിൽ 14 FOC ക്ലിയറൻസ് ഉള്ള വിമാനവും 2 തേജസ് 1Aയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ സിങ്ക് ആവില്ല. സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത്തരം കാരണങ്ങളായിരിക്കണം ഒരുപക്ഷെ റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മുടെ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിൽ തേജസ് വിമാനത്തെ ഉൾപ്പെടുത്താതിരുന്നത്. ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സംശയിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നത്, ഈ ആന്റി ജാമിങ്, ആന്റി സ്പൂഫിങ്, ആ രീതിയിലുള്ള ഇലക്ട്രോണിക്സ് വാർഫെയർ ഡിഫൻസ് ഇല്ലാത്ത ഒരു വിമാനം ആയിരുന്നല്ലോ നമ്മളുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തകർന്നു വീണ വിമാനങ്ങൾക്ക് യാതൊരു മറ്റു രീതിയിലുമുള്ള ഒരു അപകടങ്ങളൊന്നും അതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തേജസിന്റെ ഒരു മേന്മയെ തന്നെയാണ് അത് കാണിക്കുന്നത്. അതായത് ഒരു 4-5 വർഷമായിട്ട് ഈ വിമാനങ്ങൾ ഇന്ത്യ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് അത്ര നിസ്സാരമുള്ള കാര്യമല്ല. അവ പിന്നെ ഒരുപക്ഷെ ഗ്രൗണ്ട് ലെവലിൽ അങ്ങ് ഭൂമിയിലൊക്കെ വളരെയധികം അടുത്തെത്തിയിട്ട് വീണ്ടും അത് കരണം മറിഞ്ഞു പോവുകയും തിരിയുകയും മറിയുകയൊക്കെ ചെയ്യുന്ന ഒരു അഭ്യാസങ്ങളാണ്. സ്വാഭാവികമായിട്ടും അത്തരം അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്തിട്ട് പോലും ഞാനീ പറഞ്ഞ ആന്റി ജാമിങ്, ആന്റി സ്പൂഫിംഗ് സംവിധാനത്തിലൊക്കെ പിറകിലായ ഈ വിമാനത്തിന് ഒരു അപകടവും ഇല്ലായിരുന്നു. അപ്പൊ അത് ആ വിമാനത്തിന്റെ മേന്മയാണ്. പക്ഷേ ഓപ്പറേഷൻ ഏതാണ്ട് കഴിഞ്ഞ സിന്ദൂറിന് മുമ്പ് തന്നെ ഏതാണ്ട് 1-2 വർഷമായിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ശത്രുക്കൾ അതിനീചമായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇനി ഈ വിമാനങ്ങൾ ഒരു സിറ്റിംഗ് ഡക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതായത് അത് വേഗത്തിൽ ഇരയാവാൻ സാധ്യതയുണ്ട്. കാരണം ഞാനീ പറഞ്ഞ സംവിധാനങ്ങളൊന്നും ആ വിമാനത്തില്ല. ഒരുപക്ഷെ ഇനിയും ഇന്ത്യ ഈ വിമാനങ്ങളിലൊക്കെ തന്നെ ഞാനീ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതായത് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, പോഡ് ബേസ്ഡ് ജാമിംഗ് സിസ്റ്റംസ്, പുതിയ ഏവിയോണിക്സ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ, സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ ആ വിമാനങ്ങളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ ഒരുപക്ഷെ ഇനി തേജസിനെ നമ്മൾ ഉപയോഗിക്കില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ FOC ക്ലിയറൻസ് മാത്രമുള്ള ഇത്തരം വിമാനങ്ങളെ പതുക്കെ അങ്ങ് പിൻവലിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ വലിയ പ്രയോജനമില്ല. ആ സ്ഥാനത്തേക്ക് നമ്മുടെ തേജസ് MK-1A വിമാനങ്ങൾ വരും. അപ്പൊ MK-1A വിമാനങ്ങളായിരിക്കാം ഭാവിയിൽ വ്യോമാഭ്യാസ പ്രകടനങ്ങളിലും ഒരുപക്ഷെ പങ്കെടുക്കുക. അത്തരം വിമാനങ്ങൾ ഈ പറയുന്ന അത്ര എണ്ണം നമ്മൾ വ്യോമസേനയിലെ കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഒരുപക്ഷെ അവയെ ഇനി ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ഇന്ത്യക്ക് തേജസ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ സൂചനയല്ല. പക്ഷേ ഈ ഹൈലി കോണ്ടസ്റ്റഡ് എയർ സ്പേസ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രദേശമാണ് ഇന്ന് ദക്ഷിണേഷ്യ. അതായത് ചൈനയെ പോലൊരു രാജ്യം ഉപഗ്രഹം വഴി ജാമിങ് നടത്താം. ഉപഗ്രഹം വഴി ആണ്, അതായത് ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ജാമിങ് എക്യുപ്മെന്റ് വേണമെന്നില്ല. അവർക്ക് ഉപഗ്രഹത്തിലൂടെ ജാമിങ് നടത്താം. അതല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ഒരു ഡ്രോണിൽ ജാമിങ് നടത്താം. അപ്പൊ ഇത്തരം സ്ഥിതിഗതികളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എടുത്ത തീരുമാനമായിരിക്കണം ഒരുപക്ഷെ എല്ലാ രീതിയിലുമുള്ള ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു വിമാനം മാത്രമേ ഇനി അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ 2 വിമാനങ്ങളും തകർന്നത് ശത്രു രാജ്യങ്ങളുടെ ജാമിങ് കൊണ്ടാകണം എന്നൊരു സാധ്യതയാണ് ഇപ്പോൾ വ്യോമസേന എടുത്ത ഈ തീരുമാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതല്ലാതെ കാരണം ഈ വിമാനങ്ങൾക്ക് യാതൊരുവിധ ടെക്നിക്കൽ തകരാറും ഉള്ളതായിട്ട് ആരും പറയുന്നില്ല. കാരണം
ഒരുപക്ഷെ അമേരിക്കയുടെ F-35 ലൈറ്റനിങ്ങോ F-22 റാപ്റ്ററിനോ അല്ലെങ്കിൽ റഫാലിനോ ഒക്കെ ആദ്യ വർഷങ്ങളിൽ ഉണ്ടായ അപകടത്തെക്കാൾ വളരെ കുറവ് അപകടങ്ങളാണ് ഈ തേജസ്സിനുണ്ടായത്. ഈ 2024 അപകടം വരെ 4-5 വർഷം സർവീസിലിരുന്ന ഒരു വിമാനമായ തേജസ്സിന് ഒറ്റ അപകടം പോലും ഉണ്ടായിട്ടില്ല. അത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് അപകടം, 2 അപകടങ്ങൾ ഉണ്ടായി. അതിനെ തുടർന്ന് ആ വിമാനങ്ങൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നു. ആ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളിലെ അത് ഇന്ത്യയെ കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം ഈ യുക്രൈനിയൻ പ്രതിരോധ മാസികയും ഒക്കെ തന്നെ ഇന്ത്യക്ക് തേജസ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങളുമായിട്ട് അവർ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതും ഇത് സ്വാഭാവികമായിട്ടും കുറച്ചാൾക്കാർക്കെങ്കിലും സംശയമുണ്ടാക്കും. പിന്നെ മാത്രമല്ല, ഈ യുദ്ധവിമാനങ്ങളുടെ മേഖല എന്നത് അതീവ മത്സരമുള്ള ഒരു മേഖലയാണ്. കാരണം തേജസ് എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള ഒരു വിമാനമാണ്, ഒരു സിംഗിൾ എഞ്ചിൻ ഫൈറ്ററാണ്. അതിന് വില കുറവാണ്. സ്വാഭാവികമായിട്ടും ഈ വിമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാരണം ഇതിന് വില കുറവാണ്. ഇതിന് എയ്സാർ റഡാർ ഉണ്ട്, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉണ്ട്, ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ അങ്ങനെ നിരവധി, അതായത് സാറ്റ്കോം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് ഈ ഒരു ആധുനിക സംവിധാനങ്ങൾ, നെറ്റ്വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാർഫെയറിന് സജ്ജമായ ഒരു വിമാനമാണ് തേജസ്. അങ്ങനെയുള്ള തേജസ് മറ്റ് സമാനമായിട്ടുള്ള വിമാനങ്ങളെക്കാൾ വില വളരെ കുറവുമാണ്. സ്വാഭാവികമായിട്ടും ഇത് വാങ്ങാൻ പല രാജ്യങ്ങൾക്കും താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ വിമാനത്തിനെ കുറിച്ച് മോശം അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ളത് പല രാജ്യങ്ങളുടെയും ആവശ്യമായിരിക്കും. ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു അന്താരാഷ്ട്ര ലോബി തന്നെ ഉണ്ടാകാം. ഇത്തരം കാരണങ്ങളായിരിക്കണം ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ പ്രചരിക്കാനും ഊഹാപോഹങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഒക്കെ നിരന്തരം പല രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരുന്നതിനുമൊക്കെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും തേജസിന്റെ ഉള്ള വിശ്വാസക്കുറവിനെ അല്ല, വരാനിരിക്കുന്ന തേജസ്സിലുള്ള MK1A എന്ന തേജസ്സിലുള്ള വിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതായത് തേജസ് FOCയിലുള്ള പിന്നെ ഉപയോഗിക്കുന്ന F404 എഞ്ചിൻ എന്നത് കേവലം 80 അതിൻ്റെ ഒരു ത്രസ്റ്റ് ഒരു ഇപ്പോഴുള്ള പിന്നെ തേജസ് MK1Aയിലുള്ളതിനേക്കാൾ കുറവാണ് അതിൻ്റെ ത്രസ്റ്റ്. സ്വാഭാവികമായിട്ടും ഈ MK1A എന്ന് പറയുന്നത് ഒരു പുതിയ വിമാനം തന്നെയാണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. അടിസ്ഥാന ഡിസൈനൊക്കെ ഒന്നാണെങ്കിലും എഞ്ചിൻ്റെ ശക്തി തൊട്ട് ഏവിയോണിക്സ് തൊട്ട് റഡാർ തൊട്ട് എല്ലാ കാര്യത്തിലും അതൊരു വ്യത്യസ്ത വിമാനമാണ്. അപ്പോൾ അതിലുള്ള വിശ്വാസമാണ് ഇത് കാണിക്കുന്നത്, അല്ലാതെ തേജസ്സിലുള്ള വിശ്വാസ കുറവല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.